ഹായ് കൂട്ടുകാരെ, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ പൊരിക്കാനാണ്. മീൻ പൊരിക്കാൻ വേണ്ടി നമ്മൾ മഞ്ഞളും പറങ്കി മുളകും എല്ലാം ഇതാക്കി വെച്ചത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞൾ, മുളക്, ഉപ്പ് എല്ലാം നല്ല അടിച്ച് കളിച്ച് വെച്ച് അതിലേക്ക് നമ്മളുണ്ടല്ലോ ഈ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളിയായാലും വലിയുള്ളി ആയാലും മതി, ഏതുള്ളിയായാലും എടുക്കാം. പക്ഷേ ചെറുതുള്ളിയാകുമ്പം കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് വരും. പൊരിക്കുന്ന സമയത്ത് വെല്ലുള്ളി ഇട്ടാലും മതി, വെല്ലുള്ളി ആയാലും വേഗം ഇതാകുമ്പോൾ കുറച്ച് വൃത്തിയാക്കാൻ പണിയാണ്. വെല്ലുള്ളിയാകുമ്പോൾ വേഗമാവും. അതിലേക്ക് നമ്മളുണ്ടല്ലോ ഉള്ളി, കുറച്ച് ചെറിയുള്ളി ഉണ്ട്, കുറച്ച് നേർങ്ങനെ വേണമെന്നില്ല, കുറച്ച് കട്ടിയിൽ അരിഞ്ഞിടുക. കുറച്ച് തക്കാളി ഇടുക. തക്കാളി അരിഞ്ഞിട്ടു. ഒരു പച്ചമുളക് ഇട്ട് നല്ലോണം ഇളക്കി വെച്ചു. അതിലേക്ക് നമ്മളിതാ മീനില്ലേ വറുത്ത് മുറിച്ച് നല്ല പാകമാക്കി വെച്ച മീനാക്കിയിടുക. ഇതൊക്കെ അരന്ന് നല്ല വൃത്തിയാക്കി വെച്ച മീനായിട്ട് അത് പൊരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ പെരക്കാൻ വെച്ച് നല്ല പിരിയമുളക്, നല്ല കളറുണ്ട് മീൻ. പിരിയമുളകാണ്, നമ്മൾ പിരിയമുളകാണ് അധികം ഉപയോഗിക്കൽ. പിരിയമുളക് എല്ലാം പെരക്കിയാക്കി വെച്ചു. കളി ഉള്ളിയെല്ലാം. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ കുരുമുളക് പൊടിയില്ല, കുരുമുളക് പൊടിയും ഇട്ടിട്ടാണ് പൊരിക്കുക. കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. തക്കാളി, ഉള്ളി, കുരുമുളക് പൊടി അത് കുറവാണ്. കുറച്ചും കൂടെ 2 മണ സവാള ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉള്ളി ഇട്ടാൽ ഉള്ളി അറിയില്ല. ഉള്ളി നല്ലോണം മുറിച്ചിടുക, എന്നിട്ട് ഞാൻ പൊരിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളി ഇട്ടാൽ. കുരുമുളക് പൊടി എത്ര ഇടായിരുന്നു, നല്ല ടേസ്റ്റാണ്. അത് കുറച്ച് പറങ്കി മുളക് കുറച്ചിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് ഉള്ളി, പച്ചമുളക്, ഇതിൻ്റെ അകത്ത് കറിവേപ്പില ചപ്പിടണം. കറിവേപ്പില എല്ലാം ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേറെ കറികൾ വരെ വേണ്ട, അങ്ങനെ ടേസ്റ്റ് ആയിരിക്കും. ശേഷം നല്ലോണം പൊട്ടിച്ച് വെക്കാം. പൊട്ടിച്ച് വെച്ചതിന് ശേഷം പൊടിപ്പിച്ച് വെച്ച് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ചേനേൻ്റെ തണ്ടില്ലേ, ചേനത്തണ്ട് എല്ലാം ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചേനത്തണ്ട് പച്ചടിയാക്കാനാണ്. മീനെല്ലാം വിരക്കി അടവിച്ചു. ചേനത്തണ്ട് ഇതുപോലെ അരിഞ്ഞിടുക. ഇതുപോലെ അരിഞ്ഞിട്ടിട്ട് ഇതുപോലെ നമ്മൾ ചേനത്തണ്ട് അരിഞ്ഞിടുക. ചെറുങ്ങനെ ഇല്ല, അത് നീളൊക്കെ എരിയുമ്പോൾ കഷ്ണം പുളിങ്കരച്ച് പോലെ വെച്ചു. ഇതുപോലെ ചെറുങ്ങനെ അരിഞ്ഞിടുക. നമ്മളിങ്ങനെ ഓലം വെച്ചിട്ട് കഴിക്കും കേട്ടോ. ഇതുപോലെ നീളത്തിന് കുറച്ചിട്ടിട്ട് പച്ചമുളകും തേങ്ങയും ഇട്ടിട്ട് ഓലം വെക്കും. എന്നിട്ട് ഓലം വെച്ചിട്ട് അതിൽ കടുവും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ വറവും. അത് നല്ല ടേസ്റ്റാണ് ചോറ് തന്നെ. ചേനത്തണ്ട് പച്ചടി നമ്മൾ എത്രയോ പച്ചടി ഉണ്ടാക്കും കേട്ടോ. ചേനത്തണ്ട് പച്ചടിയാക്കും.
പിന്നെ കയ്പക്ക പച്ചടി ഉണ്ടാക്കും, കാമ്പ് പച്ചടി ഉണ്ടാക്കും, പെരക്ക് പച്ചടി ഉണ്ടാക്കും. അങ്ങനെ എല്ലാ പച്ചടികളും നമ്മൾ ഉണ്ടാക്കും. അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. കയ്പക്ക പച്ചടിയും കാമ്പ് പച്ചടിയും ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും, പക്ഷേ എൻ്റെ സ്റ്റൈലിൽ ഞാനാക്കുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് അങ്ങനെ അരിഞ്ഞിട്ട് ഇത് കുക്കറിലേക്ക് ഇതങ്ങ് ഇട്ടതിന് ശേഷം അതിൽ ഉപ്പിടുക. ഉപ്പ് വൈകിട്ടാലും മതി, പക്ഷേ കഷ്ണത്തിന് പിടിക്കാൻ കുറച്ച് ഉപ്പിട്ട്, വെള്ളം കൂടുതൽ വേണ്ട, കുറച്ചൊന്ന് നനച്ച് കൊടുക്കുക. കാരണം ഇതിൽ തന്നെ വെള്ളം വരും, കുറച്ചൊന്ന് നനച്ച് കൊടുക്കുകയേ വേണ്ടു. അത് വെള്ളം വേണമെന്നില്ല, ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അത് വേവിക്കാൻ വെക്കുക. കുക്കറിനെ മൂടി വേറെ കഴുകി വെച്ച് മൂടി ഇട്ട് നമ്മൾ കുക്കറിന് വേണ്ട വേവിക്കാൻ പോകും. അതാണ് വേവിക്കാൻ വെച്ചു. ഇനി മീൻ പൊരിക്കാനും വെക്കുക. ഇരുമ്പിൻ്റെ പാത്രത്തിൽ ഞാൻ അധികവും ഇല വെച്ചിട്ടാണ് പൊരിക്കുക. ഇത് നോസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ്. കുക്കറിൽ ഞാൻ അത് വേവിക്കാൻ വെച്ചു. അതിന് ശേഷം മീൻ പൊരിക്കാനും വെച്ചു. അതാകുമ്പോൾ മീൻ ഇപ്പറയാണ്. ഇതിലേക്ക് കുറച്ചതാ ഇത് പിന്നെ വെളിച്ചെണ്ണ തവയിലായതുകൊണ്ട് കൂടുതൽ വെളിച്ചെണ്ണ വേണ്ട. അതിലേക്ക് വയ്യൂർ ഒഴിച്ച് കൊടുക്കുക. ഇറക്കി വെച്ച മീൻ ഒരേ സമയം പിടിപ്പിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല ഒപ്പം പറയാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും. പച്ചമുളക്, ഉള്ളി, തക്കാളി എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളിതാ പിടിപ്പിച്ച് വെച്ചു. കാഞ്ഞു വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ സ്പൂൺ കൊണ്ട് ഇട്ടാൽ ഇതിൻ്റെ മുളകെല്ലാം നല്ല വെട്ടിയിലുള്ളെല്ലാം നല്ലോണം ഇതിൻ്റെ ഉള്ളെല്ലാം നല്ലോണം പൊരിക്കണം. അതുകൊണ്ട് എല്ലാം ഇതിൻ്റെ ഉള്ളെല്ലാമായിട്ട് ഉണ്ടാകും. വെക്കാൻ വെച്ചു. അത് ആ കരവില്ലെങ്കിൽ നല്ല മഞ്ഞളും പറഞ്ഞ് കുരുമുളക് നല്ല നല്ലോണം ഇട്ടതിന് ശേഷം വെച്ചാൽ നമുക്ക് 2 നേരത്തേക്കുണ്ട്. ഇത് വൈകുന്നേരത്തേക്ക് വൈകുന്നേരം പൊരിച്ച് കഴിയാം. ഇളയെ പൊരിച്ച് തന്നെ ചൂടാക്കി കഴിക്കണമെന്ന് വെച്ചിട്ട് ബാക്കി അവിടെ വെച്ച് കഴിയാം. എന്നിട്ട് ഈ ഉള്ളി, തക്കാളി ഇതെല്ലാം നമ്മൾ മീനിൻ്റെ മേലെ കുറേ വെക്കുമ്പോൾ മേലെ ഉണ്ട്. മീനിൻ്റെ മേലെ ഇങ്ങനെ കൊഴിക്കുക. എന്നിട്ട് കഴിച്ചു പോകും. എന്നിട്ട് മീനിൻ്റെ മേലെ ആകുമ്പോൾ അത് അങ്ങനെ ഇല വെച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റായിരിക്കും. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഈ പച്ചമുളക് എല്ലാം കൂടെ നമ്മൾ ഇലയുടെ മേലെ വഴറ്റിട്ട് പൊരിക്കും. കൂടുതൽ ചീര കരിഞ്ഞാൽ ചെമ്മിൽ വെച്ചിട്ട് പൊരിക്കും. ഇത് വൈകുന്നേരത്തേക്കാണ് ഇപ്പം പൊരിക്കാനത്. വൈകുന്നേരം ആകുമ്പോഴത്തെ തണുത്ത് ആദ്യം ചൂടാക്കേണ്ടി വരും. ഫ്രിഡ്ജൊക്കെ ഇട്ടിട്ട് വൈകുന്നേരം ഇടും. പൊരിച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഇത് ആയിട്ടാകുമ്പോൾ മറിച്ചിടും. ഇത് കുറച്ച് അങ്ങോട്ട് നീക്കി വെക്കുക.
മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം അത് ഇതിൻ്റെ മേലെ ആക്കാം. അതൊരു നല്ല രസം വാടി വരും. നല്ല വാടി നല്ല ടേസ്റ്റ്. കരിയോ ഇല്ല, നല്ല അങ്ങിട്ട് നല്ല ടേസ്റ്റ്. ഇത് മാത്രം കൂടി ചോറിനാൻ പറ്റും. ഇത് വെളുത്തിട്ടില്ല, വേറെ കുറച്ചും കൂടെ കുരുമുളക് കൂടിയില്ല. കുരുമുളക് അത് കൂടി കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിയെല്ലാം വരുന്നവരാണ് കുരുമുളക് പൊടി അതിൽ ഇങ്ങനെ കയറി കൊടുത്താൽ മതി. പിടിപ്പിച്ചിടും കുരുമുളക്. നല്ല ടേസ്റ്റ് ഉണ്ടാകും കുരുമുളക്. ഇതിൻ്റെ കയ്യും പച്ചമുളകെല്ലാം ഉണ്ട്. ഇതാവട്ടെ, ഞാൻ പച്ചരിയുടെ തേങ്ങ അരച്ചിട്ട് ഞാൻ അരച്ചിട്ട് കാണിച്ചു തരാം.